കരോൾ എസ് ഡ്വെക്ക് എഴുതിയ മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന പുസ്തകം നമ്മുടെ ചിന്താശൈലിയുടെ മാറ്റത്തിനുള്ള ഒരു വഴികാട്ടിയാണ്. ചിന്താശൈലി വിജയത്തിന്റെ രഹസ്യം. ജീവിതത്തിൽ ഒരേ സാഹചര്യങ്ങളിൽ വളർന്നിട്ടും ഒരേ അവസരങ്ങൾ ലഭിച്ചിട്ടും ചിലർ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുന്നതും ചിലർ പിന്നിലായി നിൽക്കുന്നതും നമ്മൾ പലപ്പോഴും കാണുന്ന കാര്യമാണ്. ഇതിന് കാരണം ജന്മസിദ്ധമായ ബുദ്ധിയോ കഴിവോ മാത്രമാണോ എന്ന ചോദ്യം മനുഷ്യനെ ഏറെക്കാലമായി അലട്ടുന്ന ഒന്നാണ്. ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയാണ് കരോൾ എസ് ഡ്വെക്ക് തന്റെ മൈൻഡ് സെറ്റ് എന്ന കൃതിയിലൂടെ പറയുന്നത്. ഈ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ എഴുത്തുകാരി നമ്മോട് പറയുന്നത് വിജയം നമ്മുടെ കഴിവുകളുടെ അളവിനേക്കാൾ കൂടുതൽ നമ്മുടെ ചിന്താശൈലിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന സത്യമാണ്. ഒരാൾ തന്റെ ബുദ്ധിയെയും കഴിവുകളെയും മാറ്റാൻ കഴിയാത്ത സ്ഥിരമായ ഒന്നായി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും വളർത്താൻ കഴിയുന്ന ഒന്നായി കാണുന്നുണ്ടോ എന്നതാണ് ജീവിതത്തിലെ മുന്നേറ്റം നിർണയിക്കുന്നത്. ഡ്വെക്ക് ഈ ചിന്താശൈലികളെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് കഴിവുകളും ബുദ്ധിയും ജന്മനാ ലഭിച്ചതും മാറ്റാൻ കഴിയാത്തതുമാണെന്ന് വിശ്വസിക്കുന്ന ചിന്താശൈലിയാണ്. ഇത്തരക്കാർ പുതിയ വെല്ലുവിളികളെ ഒഴിവാക്കാൻ ശ്രമിക്കും. പരാജയം അവർക്ക് സ്വന്തം കഴിവില്ലായ്മയുടെ തെളിവായി തോന്നും. വിമർശനം അവരെ നിരാശരാക്കുകയും മറ്റുള്ളവരുടെ വിജയം അസൂയയോടെയോ ഭയത്തോടെയോ കാണുകയും ചെയ്യും. രണ്ടാമത്തേത് കഴിവുകൾ പരിശ്രമത്തിലൂടെ വളർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ചിന്താശൈലിയാണ്. ഈ മനോഭാവമുള്ളവർ വെല്ലുവിളികളെ പഠനാവസരങ്ങളായി സ്വീകരിക്കുന്നു. പരാജയം അവർക്ക് അവസാനമല്ല, മറിച്ച് മുന്നോട്ടുള്ള വഴികാട്ടിയാണ്. തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് മെച്ചപ്പെടുത്താൻ അവർ തയ്യാറായിരിക്കും. സ്ഥിരമായ പരിശ്രമവും സഹനവുമാണ് ഇവരുടെ ശക്തി. ഈ 2 ചിന്താശൈലികളും മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നതിലും, തൊഴിൽ രംഗത്ത് ആളുകൾ എങ്ങനെ മുന്നേറുന്നു എന്നതിലും, കായിക രംഗത്തെ നേട്ടങ്ങളിലും മനുഷ്യബന്ധങ്ങളിലുമെല്ലാം ഈ ചിന്താശൈലികളുടെ സ്വാധീനം കാണാം. ഒരു കുട്ടിയെ നീ വളരെ ബുദ്ധിമാനാണ് എന്ന് മാത്രം പ്രശംസിക്കുന്നത് പോലും അവനെ പരാജയ ഭീതിയിലേക്ക് നയിക്കുന്നു. അതേസമയം നീ നല്ല പരിശ്രമം നടത്തി എന്ന് പറയുന്നത് വളർച്ചയിലേക്കുള്ള മനോഭാവമാണ് ഉണ്ടാക്കുന്നത്. ഇത് വെറും പ്രചോദനം മാത്രമല്ല, മനഃശാസ്ത്ര പഠനങ്ങളും യഥാർത്ഥ അനുഭവങ്ങളും ചേർന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: ചിന്താശൈലി മാറ്റാൻ കഴിയും. ഒരാൾ ഏത് നിലയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നതിനേക്കാൾ പ്രധാനമാണ് അവൻ മുന്നോട്ടു പോകാൻ തയ്യാറാണോ എന്നുള്ളത്. നമ്മൾ എന്താണെന്നതല്ല, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. ഈ തിരിച്ചറിവാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള ആദ്യപടി. ചിന്താശൈലികൾ മനുഷ്യ വിജയത്തിന്റെ ദിശ നിർണയിക്കുന്നു. മനുഷ്യജീവിതത്തിലെ വിജയം ബുദ്ധിയുടെയോ കഴിവിന്റെയോ മാത്രം ഫലമാണെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. എന്നാൽ ഒരേ കഴിവും സമാന അവസരങ്ങളും ലഭിച്ചിട്ടും ചിലർ ജീവിതത്തിൽ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ മറ്റു ചിലർ പിന്നിലാകുന്നതിന് മറ്റൊരു കാരണമുണ്ട്. അതാണ് മനുഷ്യന്റെ ചിന്താശൈലി. ഈ ചിന്താശൈലികളുടെ സ്വഭാവവും അവ മനുഷ്യന്റെ ജീവിതപാതയെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതും ഇവിടെ വിശദമായി അവതരിപ്പിക്കുന്നു. ഇതിൽ മനുഷ്യരുടെ ചിന്താശൈലിയെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ബുദ്ധിയും കഴിവുകളും ജന്മനാ ലഭിച്ചതും മാറ്റാൻ കഴിയാത്തതുമാണെന്ന് വിശ്വസിക്കുന്ന ചിന്താശൈലി. ഇത്തരത്തിലുള്ളവർ തങ്ങളെ വിലയിരുത്തുന്നത് സ്ഥിരമായ ഒരു മാനദണ്ഡത്തിലൂടെയാണ്. ഞാൻ ബുദ്ധിമാനാണോ അല്ലയോ, എനിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നീ ചോദ്യങ്ങളാണ് അവരുടെ മനസ്സിൽ എപ്പോഴും മുഴങ്ങുന്നത്. അതിനാൽ തന്നെ പരാജയം ഇവർക്ക് ആത്മവിശ്വാസത്തെ തകർക്കുന്ന ഒരു അനുഭവമായി മാറുന്നു. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അവർ മടിക്കുന്നു. കാരണം പരാജയം സ്വന്തം കഴിവില്ലായ്മയെ വെളിപ്പെടുത്തുമെന്ന ഭയം അവരെ പിന്തിരിപ്പിക്കുന്നു. ഇതിനു വിപരീതമായി രണ്ടാമത്തെ ചിന്താശൈലി കഴിവുകളെ വളർത്തുന്നതാണ്. ബുദ്ധിയും മികവും സ്ഥിരമായ ഒന്നല്ല, മറിച്ച് പരിശീലനം, പരിശ്രമം, പഠനം എന്നിവയിലൂടെ വളരുന്ന ഒന്നാണെന്ന വിശ്വാസമാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ചിന്താശൈലിയുള്ളവർ വെല്ലുവിളികളെ ഭീഷണിയായി കാണുന്നില്ല, മറിച്ച് സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളായാണ് കാണുന്നത്. പരാജയം അവർക്ക് അവസാനമല്ല, മറിച്ച് അടുത്ത ശ്രമത്തിനുള്ള വഴികാട്ടിയാണ്. തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന മനസ്സാണ് ഇവരുടെ ശക്തി. ഈ 2 ചിന്താശൈലികൾ മനുഷ്യന്റെ പ്രവർത്തന രീതിയെയും വികാരങ്ങളെയും ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഒരേ പരീക്ഷാഫലത്തിൽ പോലും ഒരു വിദ്യാർത്ഥി തളർന്നു പോകുമ്പോൾ മറ്റൊരാൾ അതിനെ പഠനത്തിന്റെ ഭാഗമായി സ്വീകരിച്ച് കൂടുതൽ പരിശ്രമത്തിന് തയ്യാറാകുന്നു. ജോലിസ്ഥലത്ത് ഒരാൾ വിമർശനത്തെ അപമാനമായി കാണുമ്പോൾ
മറ്റൊരാൾ അതിനെ സ്വയം മെച്ചപ്പെടുത്താനുള്ള മാർഗമായി കാണുന്നു. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചിന്താശൈലികൾ വ്യത്യസ്തമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ചിന്താശൈലികൾ ജന്മസിദ്ധമല്ല എന്നതാണ് ഇവിടെ ഊന്നിപ്പറയുന്നത്. കുടുംബം, വിദ്യാഭ്യാസം, സമൂഹം എന്നിവയിലൂടെയാണ് ഇവ മനുഷ്യനിൽ രൂപപ്പെടുന്നത്. കുട്ടിക്കാലത്ത് ലഭിക്കുന്ന പ്രശംസയും വിമർശനവും പോലും ഒരാളുടെ ചിന്താശൈലിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കഴിവിനേക്കാൾ പരിശ്രമത്തെ വിലമതിക്കുന്ന സമീപനമാണ് വളർച്ചയിലേക്കുള്ള ചിന്താശൈലിയെ ശക്തിപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാന സന്ദേശം ഇതാണ്: അവന്റെ കഴിവുകൾ മാത്രമല്ല മനുഷ്യന്റെ ഭാവി നിർണയിക്കുന്നത്, അവയെക്കുറിച്ച് അവൻ സ്വീകരിക്കുന്ന ചിന്താശൈലിയാണ് ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത്. ഈ തിരിച്ചറിവാണ് വ്യക്തിഗത വളർച്ചയ്ക്കും യഥാർത്ഥ വിജയത്തിനും അടിത്തറയാകുന്നത്. ചിന്താശൈലികളുടെ ഉള്ളറകളിലേക്ക്, മനസ്സിന്റെ ആഴങ്ങളിലെ ഘടനയുടെ വ്യത്യാസങ്ങൾ. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പുറമേ കാണുന്ന പെരുമാറ്റമല്ല, മറിച്ച് മനസ്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചിന്താരീതികളാണ്. ഈ ചിന്താരീതികളുടെ ആന്തരിക സ്വഭാവം വിശദമായി വിശകലനം ചെയ്യുകയാണിവിടെ. ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു, പരാജയത്തോടെങ്ങനെ പ്രതികരിക്കുന്നു, വിജയം എങ്ങനെ കാണുന്നു എന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഘടനയാണ് ഈ സാഹചര്യത്തിലെ കേന്ദ്ര വിഷയം. കഴിവുകളും ബുദ്ധിയും സ്ഥിരമാണെന്ന വിശ്വാസമുള്ള ചിന്താശൈലിയുള്ളവർ മനസ്സിൽ എപ്പോഴും സ്വയം തെളിയിക്കാനുള്ള ഒരു സമ്മർദ്ദത്തിലായിരിക്കും. അവർ ഓരോ പ്രവർത്തനത്തെയും ഒരു പരീക്ഷയായി കാണുന്നു. വിജയിച്ചാൽ സ്വയം മഹത്വവൽക്കരിക്കും, പരാജയപ്പെട്ടാൽ സ്വയം കുറ്റപ്പെടുത്തും. ഞാൻ മതിയായവനാണോ പോരാത്തവനാണോ എന്ന സംശയങ്ങൾ അവരെ നിരന്തരം പിന്തുടരും. അതിനാൽ തന്നെ അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ അകലം പാലിക്കും. സുരക്ഷിതമായ വഴികളാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. കാരണം പരാജയം അവരുടെ മൂല്യത്തെ തന്നെ തകർക്കുമെന്ന ഭയം അവരെ അലട്ടുന്നു. എന്നാൽ വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലിയുള്ളവരുടെ മനസ്സ് കൂടുതൽ സ്വതന്ത്രമാണ്. അവർ തങ്ങളെ ഒരു സ്ഥിരമായ അളവുകോലിൽ പൂട്ടുന്നില്ല. പഠനവും പരിണാമവും ജീവിതത്തിന്റെ സ്വാഭാവിക ഘടകങ്ങളാണെന്ന് അവർ അംഗീകരിക്കുന്നു. പരാജയം അവർക്ക് അപമാനമല്ല, മറിച്ച് അറിവിലേക്കുള്ള ഒരു പടിയാണ്. തെറ്റുകൾ തിരുത്താനും പുതിയ മാർഗങ്ങൾ പരീക്ഷിക്കാനും അവർ ഭയപ്പെടുന്നില്ല. ഈ മനോഭാവമാണ് അവരെ സ്ഥിരമായ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്നത്. ഈ രണ്ട് ചിന്താശൈലികളും പ്രശംസയോടും വിമർശനത്തോടും വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. സ്ഥിരതയെ വിശ്വസിക്കുന്നവർ പ്രശംസയെ അമിതമായി ആശ്രയിക്കുകയും വിമർശനത്തെ നിരസിക്കുകയും ചെയ്യുന്നു. വിമർശനം അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. എന്നാൽ വളർച്ചയെ വിശ്വസിക്കുന്നവർ പ്രശംസയെ പ്രചോദനമായി സ്വീകരിക്കുകയും വിമർശനത്തെ മാർഗനിർദ്ദേശമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവർക്ക് വിമർശനം ഒരു ശത്രുവല്ല, ഒരു അധ്യാപകനാണ്. മറ്റൊരു പ്രധാന വസ്തുത ചിന്താശൈലികൾ മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു എന്നതാണ്. പരാജയ സമയത്ത് ഒരാൾ നിരാശയിലും നിസ്സഹായതയിലും മുങ്ങുമ്പോൾ മറ്റൊരാൾ അതേ സാഹചര്യത്തിൽ പ്രതീക്ഷയും ധൈര്യവും കണ്ടെത്തുന്നു. ഈ വ്യത്യാസത്തിന് കാരണം സംഭവമല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മാനസിക ശക്തി അവന്റെ സാഹചര്യങ്ങളെക്കാൾ ശക്തമായ ഘടകമായി മാറുന്നു. മനസ്സിനുള്ളിലെ ചിന്താശൈലി മാറുമ്പോൾ ജീവിതാനുഭവങ്ങളുടെ അർത്ഥവും മാറുന്നു. ഒരേ വിജയം, ഒരേ പരാജയം രണ്ടാളുകൾക്ക് രണ്ട് വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നത് അവരുടെ ചിന്താരീതികളുടെ വ്യത്യാസം കൊണ്ടാണ്. ഈ തിരിച്ചറിവ് സ്വയം മനസ്സിലാക്കാനുള്ള ആദ്യ പടിയാണ്. പുസ്തകത്തിലെ ഈ ഭാഗം മനുഷ്യനെ തന്റെ തന്നെ മനസ്സിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദർപ്പണമാകുന്നു. മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞാൽ ജീവിതത്തെയും മാറ്റാൻ കഴിയും എന്ന ബോധമാണ് ഇതിന്റെ സാരം. കഴിവും നേട്ടവും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ചിന്താശൈലി. മനുഷ്യൻ പലപ്പോഴും തങ്ങളുടെ കഴിവുകളെപ്പറ്റി തെറ്റായ ധാരണകൾ വളർത്തുന്നു. ജന്മനാ ലഭിച്ച ബുദ്ധിയോ പ്രത്യേക കഴിവോ ഉള്ളവരാണ് വിജയത്തിലേക്ക് എത്തുന്നത് എന്ന വിശ്വാസം സമൂഹത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും കഴിവുകളുടെയും നേട്ടങ്ങളുടെയും യഥാർത്ഥ ബന്ധം വ്യക്തമാക്കുകയും ചെയ്യുന്നു. വിജയത്തിന്റെ അടിസ്ഥാനം അസാധാരണമായ കഴിവുകളല്ല, മറിച്ച് ശരിയായ ചിന്താശൈലിയാണെന്ന് ഈ സന്ദർഭം ഉറപ്പിക്കുന്നു. സ്ഥിരതയെ വിശ്വസിക്കുന്ന ചിന്താശൈലിയുള്ളവർ കഴിവുകളെ ഒരു നിശ്ചിത അളവായി കാണുന്നു. ഒരാൾ എന്തെങ്കിലും കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ മികവ് കാണിച്ചാൽ അവൻ കഴിവുള്ളവനായി കണക്കാക്കപ്പെടുന്നു. തുടക്കത്തിൽ പരാജയപ്പെടുന്നവൻ കഴിവില്ലാത്തവനായി മുദ്രകുത്തപ്പെടുന്നു. ഈ സമീപനം വ്യക്തികളുടെ വളർച്ചയ്ക്ക് വലിയ തടസ്സമാകുന്നു. കാരണം കഴിവ് സ്ഥിരമാണെന്ന ധാരണ ഒരാളെ കൂടുതൽ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. പരിശ്രമം പോലും ചിലർക്ക് ദൗർബല്യത്തിന്റെ അടയാളമായി തോന്നുന്നു. ഇതിന് വിപരീതമായി വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലി കഴിവുകളെ ഒരു ആരംഭ ബിന്ദുവായിട്ട് മാത്രമാണ് കാണുന്നത്.
യഥാർത്ഥ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് നിരന്തരമായ പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയുമാണ് എന്ന് ഈ മനോഭാവം അംഗീകരിക്കുന്നു. തുടക്കത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണെന്നും അത് കഴിവില്ലായ്മയുടെ തെളിവല്ലെന്നും ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പരിശീലനത്തെയും ശ്രമത്തെയും വിലമതിക്കുന്നു. മനുഷ്യന്റെ തലച്ചോർ സ്ഥിരമായ ഒന്നല്ല, അത് അനുഭവങ്ങളിലൂടെ മാറുകയും വളരുകയും ചെയ്യുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തലച്ചോറിൽ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നു. ഈ അറിവ് കഴിവുകളെക്കുറിച്ചുള്ള പഴയ ധാരണകളെ തകർക്കുന്നു. കഴിവ് എന്നത് ജന്മസിദ്ധമായ ഒരു നിധിയല്ല, മറിച്ച് പരിശ്രമത്തിലൂടെ സമ്പാദിക്കാവുന്ന ഒരു സമ്പത്താണെന്നും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു വസ്തുത വിജയം പലപ്പോഴും ദീർഘകാല പരിശ്രമത്തിന്റെ ഫലമാണെന്നുള്ളതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലരുടെ വിജയം പെട്ടെന്നുള്ളതുപോലെ തോന്നാം. എന്നാൽ അതിന്റെ പിന്നിൽ അനേകം പരാജയങ്ങളും നിരാശകളും അപ്രത്യക്ഷമായ പരിശ്രമങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. വളർച്ചയെ വിശ്വസിക്കുന്നവർ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും താൽക്കാലിക പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിതാണ്: കഴിവുകളും നേട്ടങ്ങളും തമ്മിലുള്ള ബന്ധം നമ്മൾ കരുതുന്നതിലും ആഴത്തിലുള്ളതാണ്. കഴിവുകൾ തുടക്കമാണ്, നേട്ടങ്ങൾ യാത്രയുടെ ഫലമാണ്. ശരിയായ ചിന്താശൈലി ഉള്ളവർക്ക് മാത്രമാണ് ഈ യാത്ര തുടരാൻ കഴിയുന്നത്. അതുകൊണ്ടുതന്നെ യഥാർത്ഥ വിജയം ജന്മസിദ്ധമായ മികവിന്റെ തെളിവല്ല, മറിച്ച് നിരന്തരമായ പരിശ്രമത്തിന്റെയും വളർച്ചാ മനോഭാവത്തിന്റെയും പ്രതിഫലനമാണ്. കായിക രംഗവും ചിന്താശൈലിയും വിജയത്തെ വിലമതിക്കുന്ന സമീപനം. കായിക രംഗം മനുഷ്യന്റെ ശാരീരിക ശേഷിയുടെ പരീക്ഷണ ഭൂമി എന്നതിലുപരി അവന്റെ മനസ്സിന്റെ ശക്തി കൂടി തെളിയിക്കുന്ന വേദിയാണ്. ഒരേ പരിശീലന സൗകര്യങ്ങളും സമാന കഴിവുകളും ഉണ്ടായിട്ടും ചില കായിക താരങ്ങൾ വിജയത്തിന്റെ ഉച്ചകോടിയിലെത്തുമ്പോൾ മറ്റു ചിലർ ഒതുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണിവിടെ. ഈ സാഹചര്യത്തിൽ കായിക വിജയത്തിന്റെയും ചിന്താശൈലിയുടെയും ബന്ധം വിശദമായി അവതരിപ്പിക്കുന്നു. സ്ഥിരതയെ വിശ്വസിക്കുന്ന ചിന്താശൈലിയുള്ള കായിക താരങ്ങൾ സ്വന്തം കഴിവുകളെ തന്നെ അവരുടെ പരിമിതിയായി കാണുന്നു. ജയിച്ചാൽ അവർ തങ്ങളെ മഹത്തായവരായി കണക്കാക്കുന്നു. തോറ്റാൽ സ്വന്തം മൂല്യം തന്നെ നഷ്ടപ്പെട്ടുവെന്ന് അവർ കരുതുന്നു. പരാജയം അവരുടെ കഴിവില്ലായ്മയുടെ തെളിവായി സ്വയം കരുതുന്നു. അതുകൊണ്ട് അപകട സാധ്യതയുള്ള മത്സരങ്ങളിൽ നിന്നും പുതിയ പരിശീലന രീതികളിൽ നിന്നും അവർ അകലം പാലിക്കുന്നു. തങ്ങളുടെ മികവ് സംരക്ഷിക്കാനുള്ള ആഗ്രഹം അവരെ വളർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അതിന് വിരുദ്ധമായി വളർച്ചയെ വിശ്വസിക്കുന്ന കായിക താരങ്ങൾ വിജയത്തെയും പരാജയത്തെയും ഒരേ വീക്ഷണകോണിൽ കാണുന്നു. അവരുടെ ലക്ഷ്യം വിജയം മാത്രമല്ല, മെച്ചപ്പെടുത്തലാണ്. ഓരോ മത്സരവും അവർക്ക് ഒരു പഠനാനുഭവമാണ്. തോൽവി അവരെ തകർക്കുന്നില്ല, മറിച്ച് കൂടുതൽ പരിശീലിക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്വന്തം ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവയെ ശക്തിയാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നു. ഈ മനോഭാവമാണ് അവരെ ദീർഘകാല വിജയത്തിലേക്ക് നയിക്കുന്നത്. മഹാന്മാരായ കായിക താരങ്ങൾ ജന്മന അതുല്യരായതുകൊണ്ടല്ല, മറിച്ച് അവർ തുടർച്ചയായി പരിശ്രമിച്ചതുകൊണ്ടാണ് ഉന്നതിയിലെത്തിയത്. പരാജയങ്ങളും പരിക്കുകളും വിമർശനങ്ങളും അവരെ തളർത്തിയില്ല, മറിച്ച് കൂടുതൽ ശക്തരാക്കി. കഠിന പരിശീലനം അവർക്കൊരു ശിക്ഷയല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള വഴിയായിരുന്നു. ഇവിടെ പരിശീലകരുടെയും അധ്യാപകരുടെയും പങ്കിനെക്കുറിച്ചും സംസാരിക്കുന്നു. വിജയത്തെ മാത്രം മഹത്വവൽക്കരിക്കുന്ന സമീപനം കായിക താരങ്ങളിൽ പരാജയഭീതിയും സമ്മർദ്ദവും സൃഷ്ടിക്കുന്നു. അതിനു പകരം പരിശ്രമത്തെയും മുന്നേറ്റത്തെയും വിലമതിക്കുന്ന സമീപനം വളർച്ചയിലേക്കുള്ള ചിന്താശൈലി വളർത്തുന്നു. ഒരു കായിക താരത്തിന്റെ മനസ്സിൽ ഞാൻ എത്ര മികച്ചവനാണ് എന്ന ചോദ്യത്തിനേക്കാൾ എനിക്ക് എങ്ങനെ മെച്ചപ്പെടാം എന്ന ചോദ്യമാണ് ശക്തമായിരിക്കേണ്ടത്. ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആശയം ഇതാണ്: കായിക വിജയം ശരീരത്തിന്റെ കഴിവ് മാത്രമല്ല, മനസ്സിന്റെ ശക്തി കൂടിയാണ്. ശരിയായ ചിന്താശൈലി ഉള്ളവർക്ക് മാത്രമാണ് പരാജയങ്ങളെ അതിജീവിച്ച് ഉന്നതിയിലെത്താൻ കഴിയുന്നത്. അതിനാൽ കായിക രംഗത്ത് മനുഷ്യന്റെ ചിന്താശൈലി വിജയത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും വ്യക്തമായി ഈ സാഹചര്യത്തിൽ വിശദീകരിക്കുന്നത്. തൊഴിൽ രംഗം, ബിസിനസ്, നേതൃത്വം, വളർച്ചയിലേക്കുള്ള ചിന്താശൈലി. തൊഴിൽ രംഗവും ബിസിനസ് ലോകവും മത്സരവും മാറ്റങ്ങളും നിറഞ്ഞ മേഖലയാണ്. ഇവിടെ വിജയം കൈവരിക്കുന്നവരും പരാജയപ്പെടുന്നവരുമായുള്ള വ്യത്യാസം പലപ്പോഴും അറിവിലോ കഴിവിലോ മാത്രം ഒതുങ്ങില്ല. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും മനുഷ്യന്റെ ചിന്താശൈലി എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമായി ഇവിടെ വിശദീകരിക്കുന്നു. സ്ഥിരതയെ വിശ്വസിക്കുന്ന ചിന്താശൈലിയുള്ള ജീവനക്കാരും നേതാക്കളും സ്വന്തം കഴിവുകളെ അവരുടെ പദവിയുടെ അടിസ്ഥാനമായി കാണുന്നു. അവർ തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കും, കാരണം തെറ്റുകൾ അവരുടെ ബലഹീനത വെളിപ്പെടുത്തുമെന്ന ഭയം അവരെ അലട്ടുന്നു.
വിമർശനം അവർ വ്യക്തിപരമായ ആക്രമണമായി കാണുന്നു. ഇത്തരത്തിലുള്ള ആളുകളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഭയം, സമ്മർദ്ദം, മത്സരബുദ്ധി എന്നിവ കൂടുതലായിരിക്കും. പുതുമകളും ആശയങ്ങളും ഇവിടെ വളരാനിടയില്ല. അതിനു വിപരീതമായി വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലിയുള്ള നേതാക്കൾ തെറ്റുകളെ പഠനത്തിന്റെ ഭാഗമാക്കുന്നു. ജീവനക്കാരുടെ കഴിവുകൾ സ്ഥിരമായതല്ല, മറിച്ച് വളർത്താവുന്നവയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാൽ അവർ പരിശീലനത്തെയും പഠനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. തുറന്ന ആശയവിനിമയത്തിനും ചോദ്യങ്ങൾക്കും അവർ പ്രാധാന്യം നൽകുന്നു. ഇത്തരത്തിലുള്ള തൊഴിൽ പരിസരങ്ങളിൽ ആത്മവിശ്വാസവും സഹകരണവും പുതുമയും വളരുന്നു. നിരവധി സ്ഥാപനങ്ങളുടെ അനുഭവങ്ങൾ ഉദാഹരണമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ചില സ്ഥാപനങ്ങൾ വ്യക്തികളുടെ ബുദ്ധിയെയും സ്ഥാനത്തെയും മാത്രം മഹത്വവൽക്കരിക്കുമ്പോൾ മറ്റു ചില സ്ഥാപനങ്ങൾ സംഘപ്രയത്നത്തെയും സ്ഥിരമായ മുന്നേറ്റത്തെയും വിലമതിക്കുന്നു. വളർച്ചയിലേക്കുള്ള ചിന്താശൈലി സ്വീകരിച്ച സ്ഥാപനങ്ങൾ ദീർഘകാല വിജയത്തിലേക്ക് എത്തുന്നുവെന്നും മാറ്റങ്ങളെ സ്വീകരിക്കാൻ അവർക്ക് കൂടുതൽ കഴിവുണ്ടെന്നും ഇവിടെ വ്യക്തമാണ്. ഇവിടെ നേതൃത്വത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെയും വെളിപ്പെടുത്തുന്നു. ഒരു നേതാവിന്റെ മഹത്വം എല്ലാം സ്വയം അറിയുന്നതിലല്ല, മറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനും വളർത്താനുമുള്ള കഴിവിലാണ്. ജീവനക്കാരുടെ വിജയം തന്റെ വിജയമാണെന്ന് കരുതുന്ന നേതാവാണ് യഥാർത്ഥത്തിൽ ശക്തനായ നേതാവ്. അധികാരത്തെക്കാൾ ഉത്തരവാദിത്തമാണ് വളർച്ചയിലേക്കുള്ള നേതൃത്വത്തിന്റെ അടിസ്ഥാനം. ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: തൊഴിൽ രംഗത്തെ വിജയം വ്യക്തികളുടെ കഴിവുകളുടെ കൂട്ടിച്ചേർക്കലല്ല, അവരുടെ ചിന്താശൈലികളുടെ ഏകീകരണമാണ്. വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന മനോഭാവമുള്ളിടത്ത് മാത്രമാണ് പുതുമയും പുരോഗതിയും നിലനിൽക്കുന്നത്. അതിനാൽ ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ദീർഘകാല വിജയം നേടണമെങ്കിൽ ശരിയായ ചിന്താശൈലി വളർത്തുന്നതിന് മുൻഗണന നൽകേണ്ടതുണ്ട്. മനുഷ്യബന്ധങ്ങളും ചിന്താശൈലിയും സ്നേഹത്തിന്റെ വളർച്ചാപഥം. മനുഷ്യജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം രൂപപ്പെടുന്നത് മനുഷ്യബന്ധങ്ങളിലൂടെയാണ്. കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ എന്നിവയെല്ലാം മനുഷ്യന്റെ സന്തോഷത്തെയും സമാധാനത്തെയും നിർണയിക്കുന്ന ഘടകങ്ങളാണ്. മനുഷ്യബന്ധങ്ങളിൽ ചിന്താശൈലി എത്രത്തോളം നിർണായകമാണെന്ന് ഇവിടെ വിശദമായി അവതരിപ്പിക്കുന്നു. ബന്ധങ്ങളുടെ ശക്തിയും ദൈർഘ്യവും സ്നേഹത്തിന്റെ ആഴം മാത്രമല്ല, അതിനെ നയിക്കുന്ന മനോഭാവവും നിർണയിക്കുന്നു എന്ന സത്യമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. സ്ഥിരതയെ വിശ്വസിക്കുന്ന ചിന്താശൈലിയുള്ളവർ ബന്ധങ്ങളെ ഒരു നിർദ്ദിഷ്ട രൂപത്തിൽ കാണുന്നു. സ്നേഹം സ്വാഭാവികമായി നിലനിൽക്കണം, ശരിയായ വ്യക്തിയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നിങ്ങനെയുള്ള ധാരണകളാണ് ഇവരുടെ മനസ്സിൽ. അതിനാൽ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉയർന്നാൽ അത് ബന്ധത്തിന്റെ പരാജയമായി അവർ കരുതുന്നു. സംവാദത്തിനും പരിഷ്കരണത്തിനും പകരം അകലം പാലിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് ഇവരുടെ പ്രവണത. ഇതിനു പകരം വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലി ബന്ധങ്ങളെ ഒരു ജൈവികമായ പ്രക്രിയയായി കാണുന്നു. സ്നേഹവും സൗഹൃദവും പരിശ്രമത്തിലൂടെയും സഹനത്തിലൂടെയും വളരുന്നവയാണെന്ന് അവർ അംഗീകരിക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളെ അവർ ബന്ധത്തിന്റെ അവസാനമായല്ല, മറിച്ച് മനസ്സിലാക്കലിനുള്ള അവസരമായി കാണുന്നു. തുറന്ന സംവാദവും പരസ്പര ബഹുമാനവും ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനമാകുന്നു. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അവ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ബന്ധത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്നതെന്നുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വളർച്ചയെ വിശ്വസിക്കുന്നവർ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറായിരിക്കും. അവർ മാറ്റത്തിനും പഠനത്തിനും തുറന്ന മനസ്സുള്ളവരാണ്. അതിനാൽ അവരുടെ ബന്ധങ്ങൾ സമയം കടന്നുപോകുന്നതിനോടൊപ്പം ശക്തമാകുന്നു. ഇവിടെ മനുഷ്യബന്ധങ്ങളിലെ ആത്മവിശ്വാസത്തിന്റെ സ്വഭാവവും ചർച്ച ചെയ്യുന്നു. സ്ഥിരതയെ വിശ്വസിക്കുന്നവർ ബന്ധങ്ങളിൽ തങ്ങൾക്കുള്ള മൂല്യത്തെക്കുറിച്ച് എപ്പോഴും സംശയത്തിലായിരിക്കും. സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം അവരെ പിടിച്ചുകെട്ടുന്നു. എന്നാൽ വളർച്ചയെ വിശ്വസിക്കുന്നവർ ബന്ധങ്ങളിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നു. കാരണം അവർ സ്നേഹത്തെ സ്ഥിരമായ ഒരു അവസ്ഥയായിട്ടല്ല, വ്യക്തികളുടെ അന്യോന്യമുള്ള വികസനങ്ങളുടെ യാത്രയായിട്ടാണ് കാണുന്നത്. ഈ ആശയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: മനുഷ്യബന്ധങ്ങൾ സ്വയം പൂർണ്ണമായവയല്ല, അവ വളർത്തേണ്ടവയാണ്. സ്നേഹത്തിന്റെ ശക്തി പരിപൂർണതയിലല്ല, മാറ്റത്തിനും മെച്ചപ്പെടുത്തലിനും തയ്യാറാകുന്നതിലാണ്. ശരിയായ ചിന്താശൈലി ഉള്ളിടത്താണ് ബന്ധങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നതും മനുഷ്യൻ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുന്നതും. ചിന്താശൈലിയുടെ രൂപീകരണം, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക്. മനുഷ്യന്റെ ചിന്താശൈലി ജന്മനാ പൂർണ്ണമായ ഒരു രൂപത്തിൽ ഉണ്ടാകുന്നതല്ല. കുടുംബം, വിദ്യാലയം, സമൂഹം എന്നിവയിലൂടെയാണ് അത് പതുക്കെ രൂപപ്പെടുന്നത്. ഈ രൂപീകരണ പ്രക്രിയയിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പരിശീലകർക്കും ഉള്ള നിർണായക പങ്ക് ഇവിടെ വിശദമായി അവതരിപ്പിക്കുന്നു. ഒരു കുട്ടിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ അവരുടെ വാക്കുകളും സമീപനങ്ങളും എത്രത്തോളം ശക്തിയുള്ളവയാണെന്ന സത്യമാണ് ഈ ഭാഗത്തിന്റെ അന്തരാർത്ഥം.
മാതാപിതാക്കൾ കുട്ടികളെ എങ്ങനെ പ്രശംസിക്കുന്നു എന്നത് തന്നെ അവരുടെ ചിന്താശൈലിയെ സ്വാധീനിക്കുന്നു. നീ വളരെ ബുദ്ധിമാനാണ് എന്ന പ്രശംസ കുട്ടിയിൽ താൽക്കാലിക സന്തോഷം സൃഷ്ടിക്കുമെങ്കിലും പരാജയത്തെ ഭയപ്പെടുന്ന മനോഭാവത്തിലേക്ക് അവനെ നയിക്കാം. കാരണം തന്റെ ആ കഴിവ് നഷ്ടപ്പെടുമോ എന്ന ഭയം കുട്ടിയെ വെല്ലുവിളികളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. അതിനു പകരം നീ നല്ല പരിശ്രമം നടത്തി എന്ന വാക്കുകൾ കുട്ടിയിൽ ആത്മവിശ്വാസവും മുന്നേറ്റ മനോഭാവവും വളർത്തുന്നു. അധ്യാപകരുടെയും പരിശീലകരുടെയും പങ്ക് ഇതിൽ അതുല്യമാണ്. പരീക്ഷാ ഫലങ്ങൾക്കും വിജയങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ രീതികൾ കുട്ടികളിൽ സ്ഥിരതയെ വിശ്വസിക്കുന്ന ചിന്താശൈലി വളർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ പഠന പ്രക്രിയയ്ക്കും പരിശ്രമത്തിനും തെറ്റുകളിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾക്കും വില കൽപ്പിക്കുന്ന അധ്യാപകർ വളർച്ചയിലേക്കുള്ള ചിന്താശൈലി വളർത്തുന്നു. ക്ലാസ് മുറികൾ വെറും അറിവ് കൈമാറുന്ന ഇടങ്ങളല്ല, മറിച്ച് മനോഭാവങ്ങൾ രൂപപ്പെടുന്ന ഇടങ്ങളാണ് എന്ന ബോധ്യമാണിത് നൽകുന്നത്. പരിശീലകർ കുട്ടികളോടും യുവാക്കളോടും സ്വീകരിക്കുന്ന സമീപനവും അവരുടെ ചിന്താശൈലിയെ സ്വാധീനിക്കുന്നു. വിജയത്തെ മാത്രം ലക്ഷ്യമാക്കി സമ്മർദ്ദം ചെലുത്തുന്ന പരിശീലനം ഭയവും ആത്മവിശ്വാസക്കുറവും സൃഷ്ടിക്കുന്നു. അതേസമയം പരിശീലനത്തെയും മുന്നേറ്റത്തെയും വിലമതിക്കുന്ന സമീപനം കുട്ടികളിൽ സഹനവും ധൈര്യവും വളർത്തുന്നു. തോൽവി ഒരു പാഠമാണെന്നും അതിൽ നിന്നാണ് ശക്തി പിറക്കുന്നതെന്നും പഠിപ്പിക്കുന്ന പരിശീലകരാണ് യഥാർത്ഥത്തിൽ വ്യക്തികളെ വളർത്തുന്നത്. ഇവിടെ ഒരു പ്രധാന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നല്ല ഉദ്ദേശത്തോടെയുള്ള വാക്കുകൾ പോലും ചിലപ്പോൾ തെറ്റായ ഫലങ്ങൾ സൃഷ്ടിക്കാം. അമിത പ്രശംസയും അമിത വിമർശനവും ഒരുപോലെ കുട്ടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തും. അതിനാൽ കുട്ടികളെ വിലയിരുത്തുമ്പോൾ അവരെ ഒരു സ്ഥിരമായ അളവുകോലിൽ പൂട്ടാതെ വളർച്ചയുടെ വഴിയിൽ നയിക്കുകയാണ് വേണ്ടത്. ഇതിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഒരു തലമുറയുടെ ഭാവി രൂപപ്പെടുത്തുന്നത് മറ്റൊരു തലമുറയുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ്. മാതാപിതാക്കളും അധ്യാപകരും പരിശീലകരും വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലി കുട്ടികളിൽ വളർത്തുകയാണെങ്കിൽ അവർക്ക് പരാജയത്തെ അതിജീവിച്ച് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും. അതുകൊണ്ടുതന്നെ ചിന്താശൈലി രൂപപ്പെടുത്തുന്നവർക്കുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. ചിന്താശൈലി മാറ്റം, വളർച്ചയെ സ്വീകരിക്കുന്ന മാനസികത. മനുഷ്യന്റെ ജീവിതത്തിലെ വിജയവും പരാജയവും അവന്റെ ചിന്താശൈലിയാൽ നിശ്ചയിക്കപ്പെടുന്നു. ഇവിടെ നമ്മെ ചിന്താശൈലി മാറ്റാനുള്ള പ്രക്രിയയിലേക്ക് നയിക്കുന്നു. സ്ഥിരതയെയും വളർച്ചയെയും അടിസ്ഥാനമാക്കി രൂപപ്പെടുന്ന ചിന്താശൈലി മാറ്റം വ്യക്തിയുടെ ജീവിതത്തിലെ നേട്ടങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണമാകുന്ന പ്രധാന ഘടകമാണ്. സ്ഥിരതയെ വിശ്വസിക്കുന്നവർ ചിന്താശൈലി മാറ്റം കുറച്ചുകൂടി പ്രയാസകരമെന്ന് കരുതുന്നു. ഞാൻ എന്നാൽ ഇത് മാത്രമാണ് എന്ന നിലപാടിൽ അവർ കുരുങ്ങിക്കിടക്കുന്നു. അവരുടെ മനസ്സിൽ പരാജയം ഒറ്റത്തവണ സംഭവിച്ചാൽ അത് സ്വന്തം കഴിവില്ലായ്മയെന്ന തിരിച്ചറിവായി മാറുന്നു. ഈ രീതിയിലൂടെയാണ് പലരും മികച്ച കഴിവും അവസരങ്ങളും ലഭിച്ചിട്ടും പിന്നിലേക്ക് പോകുന്നത്. വളർച്ചയിലേക്കുള്ള ചിന്താശൈലിയുള്ളവർ മനസ്സും കഴിവും പരിശീലനത്തിലൂടെയും അറിവിലൂടെയും വളരുന്നവയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ പരാജയം അവസാനമല്ല, മറിച്ച് പുതിയ പഠനത്തിന്റെയും പരീക്ഷണത്തിന്റെയും തുടക്കം മാത്രമാണ്. തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വ്യക്തി തന്റെ കഴിവുകളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ പ്രക്രിയയെ ചിന്താശൈലി മാറ്റം എന്ന് വിശേഷിപ്പിക്കുന്നു. കുറച്ച് ഉദാഹരണങ്ങളിലൂടെ വ്യത്യസ്ത സമീപനങ്ങളുടെ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ചില വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, ജോലിസ്ഥലത്തെ തൊഴിലാളികൾ എന്നിവരെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നു. അവർ ചിന്താശൈലി മാറ്റം സ്വീകരിച്ചപ്പോൾ പ്രകടനത്തിലും വ്യക്തിത്വത്തിലും അതിവേഗ പുരോഗതിയുണ്ടായി. തെറ്റുകളെ പഠന സാധ്യതയായി കാണുകയും പരാജയങ്ങളെ പരീക്ഷണങ്ങളായി കാണുകയും ചെയ്തവരാണ് വലിയ നേട്ടം കൈവരിച്ചത്. ചിന്താശൈലി മാറ്റം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഈ മാറ്റം ദീർഘകാലമായുള്ള ബോധപൂർവ പരിശീലനത്തിലൂടെയും മനോഭാവ മാറ്റത്തിലൂടെയും സാധ്യമാണ്. പ്രശംസയും വിമർശനവും ചെറുതും വലുതുമായ എല്ലാ വിജയങ്ങൾക്കും പുതിയ രീതിയിൽ ചിന്തിക്കാനുള്ള അവസരങ്ങളായി ഉപയോഗിക്കേണ്ടതാണ്. ഇതാണ് വളർച്ചയിലേക്കുള്ള ദീർഘകാല യാത്രയുടെ പ്രധാന സന്ദേശം. ഈ വിശദീകരണം നമ്മെ ബോധവാന്മാരാക്കുന്നത് ചിന്താശൈലി മാറ്റം സാധ്യമാണെന്നും അത് ജീവിതത്തെ ആഴത്തിൽ മാറ്റിയേക്കാമെന്നുമാണ്. പരാജയം ഭയപ്പെടുത്തുന്ന ഒന്നല്ല, ശക്തിപ്പെടുത്തുന്ന പാഠമാണ്. കഴിവുകൾ നിശ്ചിതമല്ല, വളർത്താവുന്നതാണ്. വിജയം പ്രവർത്തനത്തിലൂടെയാണ് കൈവരുന്നത്. ഈ തിരിച്ചറിവ് വ്യക്തിഗത വളർച്ചയ്ക്കും യഥാർത്ഥ വിജയത്തിനും അടിസ്ഥാനമാകും. ചിന്താശൈലിയുടെ ദീർഘപ്രഭാവം, ജീവിതത്തിന്റെ സമഗ്ര ദൃശ്യങ്ങൾ. മനുഷ്യന്റെ ചിന്താശൈലി അതിന്റെ സ്വഭാവവും ഗുണനിലവാരവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദീർഘകാല പ്രഭാവം ചെലുത്തുന്നു. ഇത് നമ്മെ ചിന്താശൈലിയുടെ ദീർഘകാല ഫലങ്ങളെ വിശകലനം ചെയ്യാനുള്ള യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു.
പഠന പരിചയങ്ങൾ, തൊഴിലിൽ മുന്നേറ്റങ്ങൾ, ബന്ധങ്ങളിലെ സൗഹൃദങ്ങളും പ്രശ്നങ്ങളും തുടങ്ങി എല്ലാ മേഖലകളിലും വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലി വ്യക്തിയെ എങ്ങനെയോ നയിക്കുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഥിരതയെ വിശ്വസിക്കുന്നവരുടെ ജീവിതം പലപ്പോഴും സ്ഥിതിവിശേഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. അവർക്ക് ഒരു പരാജയം ഒരു വലിയ ഭീതിയായി മാറുന്നു. വിജയങ്ങളും നേട്ടങ്ങളും താൽക്കാലിക സന്തോഷങ്ങൾ മാത്രമാകുന്നു. കാരണം കഴിവുകളും വിജയവും പൂർണ്ണമായും നിശ്ചിതമായവയാണെന്നും പരാജയങ്ങൾ വ്യക്തിയുടെ മൂല്യത്തെ നിർണയിക്കുന്നവയാണെന്നും അവർ കരുതുന്നു. ഈ മനോഭാവം ചിലപ്പോൾ മനുഷ്യനെ ആവശ്യമുള്ള അവസരങ്ങളിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകുന്നു. വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലിയുള്ളവർ ജീവിതത്തെ ഒരു യാത്രയായി കാണുന്നു. ഓരോ അനുഭവവും പരാജയവും വിജയവും എല്ലാം ഒരു പാഠമാണെന്നവർ കരുതുന്നു. തെറ്റുകളിൽ നിന്ന് പഠിച്ചും അബദ്ധങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയും കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള അവസരമാണ് ഓരോ അനുഭവവും എന്ന തിരിച്ചറിവാണ് അവർക്കുള്ളത്. ഈ മനോഭാവം ദീർഘകാലത്തിൽ വ്യക്തിയുടെ കരിയർ, ബന്ധങ്ങൾ, ആത്മവിശ്വാസം, മനഃശാന്തി എന്നിവയിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതെല്ലാം ബോധവൽക്കരണത്തിനും പ്രചോദനത്തിനും വഴിയൊരുക്കുന്നു. മനുഷ്യജീവിതത്തിൽ ദീർഘകാല വിജയവും തൃപ്തിയും നേടാൻ വെല്ലുവിളികളെ എങ്ങനെ സ്വീകരിക്കണം, പരാജയങ്ങളിൽ നിന്ന് എങ്ങനെ പഠിക്കണം, ശരിയായ രീതിയിൽ എങ്ങനെ പ്രതികരിക്കാം, ഇതെല്ലാം വളർച്ചയെ വിശ്വസിക്കുന്ന ചിന്താശൈലി ഉൾപ്പെടുത്തുന്നതിലൂടെ സാധ്യമാകുമെന്ന് ഡോക്ക് വ്യക്തമാക്കുന്നു. ഒരു സൂത്രവാക്യമാണ് ഇവിടെ പറയുന്നത്. ചിന്താശൈലി മാറ്റുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങളെ നിർണ്ണയിക്കുന്നു. സ്ഥിരതയെ വിശ്വസിക്കുന്നവർക്കും വളർച്ചയെ വിശ്വസിക്കുന്നവർക്കും ഒരേ സാഹചര്യങ്ങൾ നൽകപ്പെടുന്നു. എന്നാൽ അതിലെ പ്രതികരണം മാത്രമാണ് ഭാവിയെ വ്യത്യസ്തമാക്കുന്നത്. അതിനാൽ ചിന്താശൈലിയുടെ ദീർഘകാല പ്രഭാവം വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെയും ആഴത്തിൽ മാറ്റുന്ന ശക്തിയാണ്. ചിന്താശൈലിയുടെ ശക്തിയും ജീവിതത്തിലെ ദൈർഘ്യവും ഒരു വ്യക്തിയുടെ മനോഭാവവും ചിന്താശൈലിയും അവന്റെ കഴിവുകളെയും നേട്ടങ്ങളെയും പൂർണ്ണമായി സ്വാധീനിക്കുന്നു. സ്ഥിരതയെ വിശ്വസിക്കുന്നവർക്കും വളർച്ചയെ വിശ്വസിക്കുന്നവർക്കും ഒരേ സാഹചര്യങ്ങൾ ലഭിച്ചാലും അവരുടെ പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. സ്ഥിരതയെ വിശ്വസിക്കുന്നവർ പരാജയത്തെയും പ്രതിസന്ധിയെയും ഭീഷണിയായി കാണുകയും വളർച്ചയെ വിശ്വസിക്കുന്നവർ അവയെ പുതിയ അവസരങ്ങളായി കാണുകയും ചെയ്യുന്നു. ഈ മാറ്റമാണ് ജീവിതത്തെ ദീർഘകാലത്തിലും സമഗ്രമായി സ്വാധീനിക്കുന്നത്. ചിന്താശൈലി മാറ്റം മനസ്സിലെ ബോധപൂർവ ശ്രമങ്ങളിലൂടെ വളരുന്ന ഒരു പ്രക്രിയയാണ്. പരാജയങ്ങൾ ഭയപ്പെടുത്തുന്ന ഒന്നല്ല, പാഠമാക്കാനുള്ള അവസരമാണ്. കഴിവുകൾ സ്ഥിരമായവയല്ല, വളർത്താവുന്നതാണ്. വിജയവും സമ്പൂർണതയും പ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ ബോധ്യമാണ് ചിന്താശൈലി മാറ്റത്തിന്റെ ആഴത്തിലുള്ള പ്രഭാവം. പുസ്തകം ഓരോ ആളിനും പ്രചോദനം നൽകുന്നു. നമ്മിൽ പലരുടെയും ജീവിതം വെല്ലുവിളികളാൽ നിറഞ്ഞതാണ്. എന്നാൽ വളർച്ചയെ വിശ്വസിക്കുന്ന മനോഭാവം ഒരിക്കൽ വളർത്തിയാൽ ജീവിതത്തിന്റെ ഓരോ രംഗത്തും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെയും പരാജയങ്ങളെയും പിന്നീട് നമുക്ക് വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും. പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ ശക്തി നമ്മുടെ മനസ്സിലാണ്. ചിന്താശൈലി മാറ്റി വളർച്ചയെ സ്വീകരിക്കുന്നത് വ്യക്തിയുടെ സാധ്യതകളെ വിശാലമാക്കുകയും സമഗ്രമായ വിജയം, സന്തോഷം, ആത്മവിശ്വാസം എന്നിവ നേടാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭാവി നമ്മുടെ ചിന്താശൈലിയാൽ രൂപപ്പെടുന്നു. അതിനാൽ അത് വളർത്തുന്നത് ഏറ്റവും വലിയ വിജയങ്ങൾക്കായി വഴി തുറക്കുന്നു എന്നാണ് മൈൻഡ് സെറ്റ് എന്ന കൃതി നമ്മോട് പറയുന്നത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.